മാറാക്കര പഞ്ചായത്ത് 24-ാം വാർഡ് ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥി മുഹമ്മദ് ഫാസിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇവിടെ ഭയങ്കര ശക്തമായൊരു പോരാട്ടമാണ്, ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയെന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് അതിൻ്റെ ഒരു? ഇത്രയും കാലം ഇവിടെ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഉണ്ടാവാറുള്ളത്. ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എൻ്റെ ഓർമ്മ വെച്ച് കാലം മുതൽ. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഹൈവേയുടെ വിഷയം കാരണം അങ്ങോട്ട് കടക്കാനൊരു വഴിയില്ല ഇവിടെ. അപ്പോൾ നമ്മളിവിടെ ജയിച്ചു പോയ മെമ്പർമാരോടും പാർട്ടിക്കാരോടും നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടും കിട്ടേണ്ട സംഭവം പോലെ ഇടപെടാത്തത് കൊണ്ടാണ് ഇവിടെ മിസ്സായി പോയിട്ടുള്ളത്. അതിൻ്റെ മീറ്റിംഗ് നടന്നപ്പോഴൊന്നും പഞ്ചായത്ത് ഇടപെടാത്തത് കൊണ്ട് കിട്ടാതെ പോയതാണ്. അപ്പോൾ ഈ ഇലക്ഷൻ വരുന്ന ടൈമിൽ സ്ഥാനത്തിന് വേണ്ടിയിട്ട് മറ്റു പാർട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് സീറ്റിന് വേണ്ടി വന്ന ടീമും ഇവിടെ ഉള്ള പാർട്ടിയിൽ നിന്ന് വേറെ പാർട്ടിയിലേക്ക് പോയ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശ്വസിച്ച് അവർക്ക് വോട്ട് കൊടുക്കാനൊരു താല്പര്യമില്ലാത്തത് കൊണ്ട് എന്തായി ഇവിടെയുള്ള ജനങ്ങളൊക്കെ കൂടി എന്ത് പറഞ്ഞു ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ജനങ്ങളെ സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ മത്സരിക്കാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ശക്തമായൊരു പ്രവചനം നടത്താൻ പറ്റാത്തത്. എങ്ങനെയാണ് ഇവിടെ സംഭവിക്കുക, എന്താ ഉണ്ടാവുക എന്നുള്ളത് 13-ാം തീയതി നമുക്കറിയാൻ പറ്റുള്ളൂ. ഇവിടെയുള്ള ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമുണ്ട് അവർക്ക്. പാർട്ടി ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിൽ ചിന്തിക്കുന്ന ഒരാൾക്കും അത് അവരെ അംഗീകരിക്കണില്ല. അപ്പോൾ ആ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരെന്നെ എന്നെ വിജയിപ്പിക്കും. കാരണം അവർക്ക് കൊടുക്കാൻ അവർക്ക് വിശ്വാസമല്ലേ. കാരണം സ്ഥാനമോഹനത്തിന് വേണ്ടി എന്ത് ചെയ്യണത് അവർ ആടും കൊണ്ടും മാറിക്കളിക്കണത്. അപ്പോൾ നമ്മളെ നാടിൻ്റെ ആവശ്യത്തിന് നമ്മൾ നാട്ടിലുള്ള ആളെന്നെ ഇതിനെ ഇറങ്ങണം എന്നുള്ള തീർമാനം കൊണ്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. കാരണം സ്ഥാനമോഹം വെച്ച് കണ്ട് വന്നവർ എങ്ങനെയായാലും ജനങ്ങളെ തിരിഞ്ഞു നോക്കില്ല എന്ന് അവർക്കറിയാം. ആ രീതിയിലാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ താങ്കൾ റീൽസിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആണെന്ന് അറിയാൻ സാധിച്ചു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളൊക്കെ? അതിൻ്റെ പിന്നിൽ പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളാണ്, എന്നെ സ്നേഹിക്കുന്ന നാടിനെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഇറങ്ങുമ്പോഴും എൻ്റെ കയ്യിൽ ഇതിനെ ഇറക്കാനുള്ള ക്യാഷ് ഇല്ല. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ സുഹൃത്തുക്കളും ഇവിടെയുള്ള നാടിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കൽപ്പഞ്ചേരി പഞ്ചായത്താണ്. അപ്പോൾ അവിടുന്ന് വരെ എന്നോട് ആൾക്കാർ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് വോട്ട് തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല. അപ്പോൾ ഞങ്ങളെ സഹായം നിരക്ക് പിന്തുണയും ചെറിയ ക്യാഷായിട്ടും തന്നിട്ടുണ്ട് പ്രായമുള്ള ആൾക്കാർ. കാരണം ഇവിടെ ഈ അയ്യൂബ് ഖാൻ റോഡ് പറഞ്ഞ റോഡിൻ്റെ അവിടെ ഒരു ഓവുചാലുണ്ട്. അതിൽക്കൂടെ വെള്ളം വരുന്ന ഭാഗത്ത് ഇപ്പോൾ തൽക്കാലം ആൾക്കാർക്ക് കടക്കാൻ അതൊരു വഴിയുള്ളൂ. അപ്പോൾ ഞങ്ങളത് മണ്ണ് ക്ലീൻ ചെയ്യലും ലൈറ്റ് വെക്കലും ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളാണ് ഇവിടെയുള്ള നാട്ടുകാരുള്ള ഞങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അന്നും ഈ ഇവിടെയുള്ള പാർട്ടിക്കാരോ ഇവിടെയുള്ള മെമ്പർമാരായ ആൾക്കാർ വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് പോലും എൻ്റെ പേരിൽ കേസുകൾ വന്നിട്ടുണ്ട്. നാടിന് ആപത്താണെന്ന് പറഞ്ഞിട്ടുള്ള കേസ് വരെ വന്നിട്ടുണ്ട്. 50,000 രൂപ ബോണ്ട് കെട്ടി വെക്കേണ്ട രീതിയിൽ വരെ എൻ്റെ പേരിൽ കേസ് വന്നിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് പോയി അവരെ ബോധ്യപ്പെടുത്തി ആ കേസ് തള്ളിപ്പോയിട്ടുണ്ട്. അതൊരു ഫേക്കാണെന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതേപോലെ ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ വന്നിട്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതിവിടെ എന്തോ കരിങ്കൊടി കാട്ടിക്കും. കരിങ്കൊടി എന്ന് പറഞ്ഞാൽ ഒരു പൗരൻ്റെ അവകാശം, എന്ത് ഒരു പ്രതിഷേധമാണ്. അതുവരെ അവർ ഭയക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിജയം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് 24-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അബ്ദുൽ മനാഫ് കല്ലനെ കാണുവാനാണ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടൊപ്പം ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും എങ്ങനെ പോകുന്നു? ഇലക്ഷൻ്റെ പ്രചരണങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയോ? ഇലക്ഷൻ്റെ പ്രചരണം നല്ല ചൂട് തന്നെ പോകുന്നു. ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ഒരു സ്ഥിതി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ഒരു പ്രവചിക്കാൻ കഴിയാത്ത മത്സരമാണ് നടക്കുന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളായാലും താങ്കളായാലും ഒക്കെ ആർക്കും ഒന്നും പറയാൻ വയ്യ. എന്ത് സംഭവിക്കുക, എന്ത് ട്വിസ്റ്റ് ഇവിടെ സംഭവിക്കുക എന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു മത്സരത്തെ പറ്റി എന്താണ് താങ്കൾ പറയുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആശങ്കയേ ഇല്ല. അങ്ങനെ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഒരു ആശങ്ക ഞങ്ങൾക്കില്ല. ഞങ്ങൾ നല്ല പ്രതീക്ഷയിൽ തന്നെയാണ്. പല ആളുകൾക്കും പല ആനുകൂല്യങ്ങളും ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പലതും ഇന്ന് കിട്ടാത്തൊരവസ്ഥയാണ്. പിന്നെ ആളുകൾ അറിയുന്ന പോലും ഇല്ല പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്ന നമ്മൾ കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഇപ്പോൾ വൃക്ഷത്തൈ, അതുപോലെ തന്നെ പച്ചക്കറി തൈ, മൺചട്ടി, ഇങ്ങനത്തുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. ഇതൊരു എന്താ പറയുക, കഴിഞ്ഞ മെമ്പറുടെ ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരവസ്ഥ. അങ്ങനത്തെ നല്ല പരാതികൾ എനിക്കിപ്പോൾ കേൾക്കാനിടയായി. അതാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു ശുഭാപ്തി പ്രതീക്ഷയാണ്. കാരണം ജനങ്ങൾ ഇപ്പോൾ ഞങ്ങളെ കൂടെ UDFൻ്റെ കൂടെയാണ് ജനങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് അതിലൊരു ആശങ്കയും ഇല്ല. ഇപ്പോൾ നിലവിൽ താങ്കൾ എന്തുകൊണ്ടാണ് മുന്നത്തെ പാർട്ടിയിൽ നിന്നും വരാനുള്ളൊരു പ്രധാന കാരണം എന്തായിരുന്നു? അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ ഒന്നും സംസാരിക്കുന്നില്ല. എങ്കിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അവിടെ നിന്ന് വരാൻ എന്തായാലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ആ ഒരു പിന്തുണ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും നല്ല പിന്തുണയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്.
എൻ്റെ ബാക്കിൽ തന്നെ നമ്മളെ ഒരു ടീം ഇവിടെ നമ്മുടെ വാർഡ് കമ്മിറ്റിയൊക്കെ ശക്തമായിട്ട് തന്നെ നമ്മളെ പിന്തുണയുണ്ട്. പിന്നെ ഉറക്കൊഴിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. നല്ല പിന്തുണ അവരുടെ ഭാഗത്തു നിന്നുണ്ട്. മാറാക്കര പഞ്ചായത്തിൽ 24-ാം വാർഡിലെ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഷംല ബഷീറാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. ഞങ്ങളെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. ഇതൊരു പെൺപുലിയാണ്, വിപ്ലവകാരിയാണ്, അങ്ങനെ പല സംഭവങ്ങളൊക്കെ അറിഞ്ഞു. അപ്പം എന്താണ് ആ ഒരു സംഭവത്തിനൊക്കെ പിന്നിലൊരു കാര്യം? താങ്കളൊരു വിപ്ലവകാരിയാണോ? അതായത് ഞാൻ വിപ്ലവകാരിയാണെന്ന് ചോദിച്ചാൽ, കാരണം ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ശരിക്കും നമ്മുടെ ജീവൻ പോലും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് പോകും. ഇപ്പോൾ വലിയൊരു സമരം നടന്നിരുന്നു, നമ്മുടെ ജനകീയ സമരമായിരുന്നു. അതിൽ ശരിക്കും മുൻകൈ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചു. അത് ശരിക്കും നമ്മുടെ ജനങ്ങളുടെ ആവശ്യമായിരുന്നു, ജനകീയമായിട്ട് നമ്മൾ ചെയ്യണമെന്ന്. മെമ്പറിലുപരി അവർക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ മുന്നോട്ട് പോയി. അതുകൊണ്ടാവാം അങ്ങനത്തെ ഒരു വേർഡ് നിങ്ങൾ യൂസ് ചെയ്തത്, അതായിരിക്കാം. ഇപ്പോൾ നിലവിൽ താങ്കളിപ്പോൾ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടായിരുന്നു ആ ഒരു തീരുമാനം എടുത്തത്? എന്തായിരുന്നു അതിനുള്ള പിന്നിലുള്ള കാരണം? ശരിക്കും ഞാനൊരു മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന് മെമ്പറായിരുന്നു. പക്ഷേ വീണ്ടും ഞാനിപ്പോഴും എൻ്റെ പാർട്ടി വിട്ടിട്ടൊന്നും ഞാനില്ല. പക്ഷേ പാർട്ടി എന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ വാർഡിൽ എൻ്റെ എല്ലാ വിഷയങ്ങൾക്കും എൻ്റെ വാർഡ് എക്സിക്യൂട്ടീവാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഒരു വാർഡ് എക്സിക്യൂട്ടീവ് പറയുന്ന കാര്യങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി അത് കാര്യത്തിലെടുക്കാതെ അവരുടെ നിലപാടിനെ എന്താ പറയുക, അതാണ് നമുക്ക് വിഷമം വന്നത്. അവരെടുത്ത നിലപാട് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനെതിരെയാണ് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വാർഡ് എക്സിക്യൂട്ടീവും നമ്മുടെ വാർഡിലെ ജനകീയമായ ഒരുപാട് ആളുകളും കൂടെ കൂടിക്കൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ UDF നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചൊരു വാർഡും കൂടിയാണ്. അതിൽ 90% കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന വാർഡാണ്. ഒരു 10% മറ്റുള്ള വാർഡിൽ നിന്ന് വന്നു. അതും UDF ശക്തമായിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നിലവിൽ UDF നേതൃത്വത്തിലുള്ള ഒരു വാർഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പിടിച്ചെടുക്കുന്ന ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല, കയ്യിലുള്ള വാർഡാണ്. പാർട്ടിയുടെ 80-85% വോട്ടർമാരുള്ള ഒരു വാർഡാണ് വാർഡുള്ളത്. അപ്പോൾ ഇതിന് UDF ശക്തമായിട്ട് ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ ഞങ്ങളിവിടെ വിജയിക്കുന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം മാറ്റങ്ങൾ, ഇപ്പോൾ ഈ നിലവിലെ അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ ഇനിയും വരാൻ? വിജയിച്ചു കഴിഞ്ഞാൽ പാർട്ടിൻ്റെ UDF സംവിധാനത്തിലാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിനെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും MP ഫണ്ടായാലും MLA ഫണ്ടായാലും എല്ലാവിധ ഫണ്ടുകളും ഉപയോഗിച്ച് വാർഡിൽ നല്ലൊരു വികസനം കൊണ്ടുവരാൻ തന്നെ ഞങ്ങൾ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ആ സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഞങ്ങൾ പാർട്ടി നേതൃത്വം ഞങ്ങൾക്ക് ആ സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തി തന്നിട്ടുള്ളത്. ഒരു വോട്ടർ എന്ന രീതിയിൽ താങ്കളുടെ ഒരു പ്രതികരണം? എൻ്റെ അഭിപ്രായത്തിൽ LDF ജയിക്കണം. അതുകൊണ്ടേ നമുക്ക് കാര്യം കിട്ടുന്നുള്ളൂ, മറ്റൊന്നുമില്ല. എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഈ പഞ്ചായത്ത് അവരാ ഭരിക്കുന്നത് മറ്റൊരു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇടതുപക്ഷം ജയിച്ചെങ്കിലേ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ വേറെ വഴിയില്ലല്ലേ? വേറെ വഴിയില്ല. LDF വന്നാലേ കാര്യമുള്ളൂ എന്ന് താങ്കളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം തന്നെ. ഇവിടെ നല്ല ഒരു വികസനം കൊണ്ടുവരും ആള്, അതിനൊക്കെ പറ്റിയ ഒരാളാണ് ഈ 1-ാം വാർഡിൽ മത്സരിക്കുന്നത്. ഹസൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അയാൾ വരണം, എന്നാൽ ഈ നാടിൻ്റെ വികസനത്തിനൊരു അന്തസ്സുള്ളൂ. ഇപ്പം നാട് വികസന മുരടിപ്പിലാണോ നിലവിൽ? അതെ. ഇപ്പോൾ അത് ഈ UDF വരണ്ട, അല്ല UDF എല്ലാം ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ കാട്ടിക്കൂട്ടിനണ്ടിക്കല്ലേ. എന്താ കാട്ടിക്കൂട്ടിയത്? ഈ റോഡതാ ചെലുക മാന്തി പൊളിച്ചതായിക്കണ്, വെള്ളം കുടിവാത്തായി, വെള്ളമില്ല, പൈപ്പ് ലൈനൊക്കെ പൊട്ടി പോയി. അതിൽ കൂടി വരണം, എന്താ കാറ്റിങ്ങനെ വരും. അതിന് പണം കിട്ടുക തന്നെയാണ് ഞങ്ങൾ. ഇതൊക്കെ തന്നെ ഇവിടുത്തെ അവസ്ഥ വരുന്നത്, അല്ല വേറൊന്നും ഒരു ഇതുള്ളതല്ല. അപ്പോൾ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾ മുൻപ് ഭരിച്ചിരുന്നവരുടെ അടുത്ത് പരാതികളൊക്കെ ആയിട്ട് ചെല്ലാറുണ്ട്? പരാതി കൊടുത്തിട്ട് എന്ത് കാര്യമുള്ളത്? അവർ വരും, ഒന്ന് തുറക്കും, വരും, പോവും. കാറ്റ് മാത്രം, ഒരു കാറ്റ് മാത്രം വരും. ചിലർ പേടിച്ച് മണ്ടും, പാമ്പാടച്ചിട്ട്. ഈ പുതിയ ഭരണം വന്നു കഴിഞ്ഞാൽ കാറ്റിന് പകരം വെള്ളം വരുമോ? വരും, അത് തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും വരും. അപ്പോൾ വെള്ളം വരുത്തലാണ് നമ്മളെ പ്രധാന. കാര്യമായിട്ട് ഒരു കുടിവെള്ളമാണ് നമുക്ക് വേണ്ടത്. അതായത് ഉള്ള വീടുകളൊക്കെ ഇവിടെ വെള്ളമില്ലാത്ത ഒരു ഇതാണ് രാജ്യമാണ്. ഇവിടെ എല്ലാ വീട്ടിലും പൈപ്പ് ലൈൻ ഉണ്ട്, ഒരു തുള്ളി വെള്ളം തരും. നിലവിൽ ഇപ്പോൾ ഈ ചൂട് കാലത്തൊക്കെ തന്നെയായിരുന്നു അതിനവസ്ഥ. കുറേ വെള്ളം പഞ്ചായത്തിൽ നിന്ന് കൊണ്ട് അവിടെയൊക്കെ കൊടുക്കും, കുറേ അവിടെ കൊടുക്കും മേലെ, പിന്നെ വേറെ ഒന്നും കിട്ടലുണ്ടാവില്ല, പിന്നെ വരില്ല. ഇതവിടെ 2 വോട്ട് LDF പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രതികരണം? എന്താന്ന് വെച്ചാൽ ഹസൻ എന്ന വ്യക്തി നല്ലൊരു വ്യക്തിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഹസൻ ഈ ഇലക്ഷനിൽ ജയിക്കും, ഞങ്ങൾ ജയിപ്പിക്കും. അതുതന്നെ എനിക്ക് പറയാനുള്ളത്, കൂടുതലായിട്ടൊന്നും പറയാനില്ല.